ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു നേതാവാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമാണ് ഏതാനും ആഴ്ചകൾ പിന്നിട്ടാൽ നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം മറ്റൊന്നില്ല. നമ്മൾ തന്നെ നമ്മുടെ ജന്മദിനം വരുന്ന സമയത്ത് വല്ലാത്ത ആഘോഷമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടാൻ, സന്തോഷിക്കപ്പെടാൻ അർഹതപ്പെട്ട ആളാരാണ്? ഹബീബായ പൊന്നുമുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിങ്ങൾ നോക്ക്, അബൂലഹബ് ഹബീബായ പൊന്നുമുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയാണ്. ആ അബൂലഹബ് എന്ത് ചെയ്തു? ഹബീബായ പൊന്നാര പൊന്നുമുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം ലഭിക്കപ്പെട്ടു എന്ന് കേട്ട ഉടനെ അബൂലഹബ് എന്താണെന്നറിയോ ചെയ്തത്? തിങ്കളാഴ്ചയാണല്ലോ ജനിക്കുന്നത്. അബൂലഹബ് എന്തു ചെയ്തു? അടിമയാകുന്ന സുവൈബയെ മോചിപ്പിക്കുകയാണ്. ആ മോചിപ്പിച്ച കാരണം കൊണ്ട് അബൂലഹബ് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ആ മോചിപ്പിച്ച കാരണം കൊണ്ട് ആ അബൂലഹബിന് ലഭിക്കുന്ന പവർ എന്താണെന്നറിയോ? നാളെ പരലോകത്ത് തിങ്കളാഴ്ച ദിവസം വിരലുകൾക്കിടയിലൂടെ വെള്ളം ലഭിക്കുകയാണ്. അഥവാ ശിക്ഷ ലഭിക്കുന്ന ഘട്ടത്തില് തിങ്കളാഴ്ച ദിവസം മാത്രം അന്നത്തെ ദിവസത്തെ മാനിച്ചുകൊണ്ട് ഹബീബായ തങ്ങളി ലോകത്തേക്ക് ഭുജാതനായ സമയത്ത് അബൂലഹബ് സന്തോഷിച്ചുകൊണ്ട് സുവൈബ എന്ന അടിമ സ്ത്രീയെ മോചിപ്പിച്ചതിന്റെ പേരില് നാളെ പരലോകത്ത് വല്ലാത്ത ശിക്ഷ അനുഭവിക്കുന്ന അബൂലഹബിന് തിങ്കളാഴ്ച ഓഫർ എന്താണെന്നറിയുമോ? ഓഫർ അതാ വിരലുകൾക്കിടയിലൂടെ നല്ല ശുദ്ധവെള്ളം കുടിക്കാൻ ലഭിക്കുകയാണ്. ഇതൊരു മുസ്ലിം ആകാത്ത ഒരാളെ സംബന്ധിച്ചാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് എത്രയായിരിക്കും അല്ലാഹു തആല നൽകുക? ഒരു കവി ചോദിക്കുകയാണ്, ഇദാ കാന ഹാദാ കാഫിറൻ ജാദമുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ. ശുദ്ധ ഖുർആനിൽ സൂറത്ത് തന്നെ ഇറങ്ങിയത് അബൂലഹബിനെ ആക്ഷേപിച്ചുകൊണ്ടാണ്. ആ അബൂലഹബിനാണ് ഇത്തരത്തിലുള്ള ഒരു ഓഫർ അല്ലാഹു തആല നൽകുന്നത്. അതാ അന്നഹു ഫീ യൗമിൽ ഇത്നൈനി ദായിമാ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബിഅഹ്മദാ. എന്നിട്ട് കവി ചോദിക്കുന്നു, ഫമല്ലന്നു ബിൽ അബ്ദില്ലദീ കാന ഉംറുഹു ബിഅഹ്മദ മസ്റൂറൻ വമാത മുവഹിദാ. ഇത് കാഫിറായ ഒരാളെ സംബന്ധിച്ചാണ് പറഞ്ഞതെങ്കിൽ മുസ്ലിമായി ജീവിച്ചിട്ടോ മുസ്ലിമായി മരിക്കുന്ന ഒരാള് അയാള് മുത്തുനബി ലോകത്തേക്ക് ഭുജാതനായതിന്റെ പേരിൽ സന്തോഷിച്ചാൽ എത്രയായിരിക്കും അല്ലാഹു തആല നൽകുന്നത്? അതിന് കയ്യും കണക്കുമില്ല. മലിക്കുൽ മുഗഫർ രാജാവ് വലിയൊരു രാജാവാണ്. വലിയ രാജാവാണ്, പേരുകേട്ട രാജാവാണ് മലിക്കുൽ മുഗഫർ എന്ന് പറയുന്ന രാജാവ്. ആ രാജാവിനിക്ക് ഇബ്നു തഹിയ എന്ന് പറയുന്ന പണ്ഡിതൻ മൗലിദ് കിതാബ് രചിച്ചു കൊടുക്കുകയാണ്. ഒരു പ്രത്യേകമായ മൗലിദ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ ചൊല്ലാൻ വേണ്ടി അതാ ഒരു മൗലിദ് രചിച്ചു കൊടുക്കുകയാണ്.
മൗലിദിൽ ബശീരിൻ നദീർ എന്ന പേരുള്ള ഒരു കിതാബ് അതാ മുദഫർ രാജാവിന് നൽകുന്നു. ആ മുദഫർ രാജാവ് തിരിച്ചു നൽകിയ സമ്മാനം എത്രയാണെന്ന് അറിയുമോ? അതാ മലിക്കുൽ മുദഫർ എന്ന രാജാവ് മൗലിദ് കിതാബ് നൽകിയതിന്റെ പേരിൽ 1000 ദിനാർ നൽകുകയോ. കാരണം ഇത് തങ്ങളെ സംബന്ധിച്ചുള്ള പ്രകീർത്തനങ്ങളാണ്, അവിടുത്തെ മതിലുകളാണ്, അവിടുത്തെ ആലാപനങ്ങളോ. അത്തരത്തിലുള്ള ഒരു മൗലിദ് കിതാബിനോ ചെറിയൊരു തുക നൽകിയാൽ പോരാ. ആ മലിക്കുൽ മുദഫർ രാജാവ് ഒരു വലിയ മൗലിദ് സദസ്സ് സംഘടിപ്പിക്കുകയാണ്. റബീഉൽ അവ്വൽ മാസത്തിലാണ് സംഘടിപ്പിക്കുന്നത്. മുദഫർ രാജാവാണെങ്കിൽ ധീരനായ ഒരു നേതാവാണ്, ബുദ്ധിമാനാൻ, ആലിമാൻ, നീതിമാനായ രാജാവ്, വിവരമുള്ള രാജാവ്, ധീരശാലിയായ രാജാവ്. ആ രാജാവ് റബീഉൽ അവ്വൽ മാസത്തില് വലിയൊരു മൗലിദ് സദസ്സ് സംഘടിപ്പിക്കുകയോ. എന്താണ് ആ മൗലിദ് സദസ്സിൽ വിളമ്പാനിരിക്കുന്നതെന്ന് അറിയുമോ? 5000-ഓളം നല്ല ആടിന്റെ പൊരിച്ച തല 5000-ഓളം വരും എന്ന് മാത്രമല്ല 10,000-ഓളം കോഴിയുണ്ട്, 1,00,000-ഓളം തേയിലുള്ള പാത്രമുണ്ട്, അതുപോലെ തന്നെ 30,000 മധുരമുള്ള പാത്രമുണ്ട്. ആ സദസ്സിൽ പങ്കെടുക്കുന്നതാരോ? ഒരുപാട് പണ്ഡിതന്മാര് പങ്കെടുക്കുന്നു, സൂഫിയാക്കൾ പങ്കെടുക്കുന്നു. നല്ല മണമുള്ള സുഗന്ധമുള്ള പുകയൊക്കെ ആ സദസ്സിൽ പുകപ്പിക്കുകയാണ്. ഏകദേശം 300,000 ദിനാർ, 3,00,000 ദിനാറാണ് ആ മൗലിദ് സദസ്സിന് വേണ്ടി മുദഫർ രാജാവ് ചെലവഴിച്ചത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹബീബായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് എത്ര ചെലവഴിച്ചാലും അനുഭൂതി തീരൂല, എത്ര കൊടുത്താലും അനുഭൂതി തീരൂല, എത്ര ഭക്ഷണം നൽകിയാലും അനുഭൂതി തീരൂല. അതാണ് മുഅ്മിനിന്റെ മനസ്സ്. ഹബീബിനോടുള്ള മഹബ്ബത്ത് ഖൽബിലങ്ങ് ലയിച്ചു പോയോ. പിന്നെ ഹബീബിന് വേണ്ടി സ്വന്തം ശരീരം പോലും സമർപ്പിക്കാൻ സന്നദ്ധരോ. ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല പഠിപ്പിച്ചതെന്താ? ഉഹുദിന് സമാനമായ, ഉഹുദ് പർവ്വതത്തിന് സമാനമായ സ്വർണം എന്റെ കൈവശമുണ്ട് എങ്കിൽ അത് മുത്തുനബിയുടെ മൗലിദിന്റെ സദസ്സിലേക്ക് ഞാൻ ചെലവഴിക്കും കേട്ടോ. അത്രക്കും മറ്റൊരു സംഭവം നിങ്ങൾക്ക് കേൾക്കണോ? അതെ, അമീറുൽ മുഅ്മിനീൻ ഹാറൂൻ റഷീദിന്റെ കാലഘട്ടത്തിൽ ഒരു യുവാവുണ്ടായിരുന്നു. ആ യുവാവ് വല്ലാതെ ദൂർത്തടിച്ച് ജീവിക്കുന്ന യുവാവാണ്. നാട്ടുകാരൊക്കെ വല്ലാതെ മോശമായ അവസ്ഥയിൽ കാണുന്ന യുവാവാണ്. പക്ഷേ റബീഉൽ അവ്വൽ മാസം വന്നു കഴിഞ്ഞാൽ വസ്ത്രം വൃത്തിയാക്കി അത്തർ പൂശി നല്ല സുമുഖനായി അതാ സദ്യ വിളമ്പുന്നു, മൗലിദ് നബിയുടെ പേരിലുള്ള മൗലിദ് ചൊല്ലുന്നു. ആ മാസം മുഴുവനും ആ രൂപത്തിലായി ചെലവഴിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോ അതാ ഒരു വിളിയാളം കേൾക്കുന്നു. എന്താണ് വിളിയാളം എന്നറിയുമോ? ഒരു അനൗൺസ്മെന്റ് ഇവിടെ നിന്നോ കേൾക്കുകയാണ്. ഓ ബസറക്കാരെ, അല്ലാഹുവിന്റെ ഔലിയായിൽപ്പെട്ട വലിയാണത്. ആ വലിയുടെ ജനാസയിൽ നിങ്ങൾ പങ്കെടുക്കണേ. അവരെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു. റബീഉൽ അവ്വൽ മാസത്തെ സ്നേഹിച്ചവനോ
തങ്ങളെ സ്നേഹിച്ചവനാ, അതുകൊണ്ട് വലിയന്റെ പട്ടം നൽകി ഞാൻ ആ വ്യക്തി ആദരിച്ചിരിക്കുന്നു. എല്ലാ ആളുകളും ജനാസയിൽ പങ്കെടുക്കുന്നു, മറമാടുകയാണ്. അത് അവരൊക്കെ സ്വപ്നത്തിൽ കാണുന്നത് എങ്ങനെയാണ്? നല്ല പട്ടുവസ്ത്രം ധരിച്ച നല്ല സുമുഖനായ രൂപത്തിൽ ആ വ്യക്തിയെ സ്വപ്നത്തിൽ ആളുകൾ കാണുമ്പോ അവിടെ നിന്ന് ചോദിക്കുകയാണ്, അല്ല മനുഷ്യ, നീ എങ്ങനെയാണ് ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടത്? ആ മനുഷ്യൻ പറയുന്നു, മുത്തുനബിയെ ബഹുമാനിച്ചതിന്റെ പേരിലാണ്.